ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഈസി പൈനാപ്പിൾ ജാമാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ ജാം ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി നമുക്ക് ഒരു പൈനാപ്പിൾ എടുക്കാം. ഞാൻ അതിൻ്റെ ഹാഫ് പോർഷൻ എടുത്തിട്ടുള്ളൂ. അത് ഇതുപോലെ ചെറിയ പീസസായി കട്ട് ചെയ്യുക. ഒട്ടും വെള്ളമൊന്നും ഇതിൽ ആവാൻ പാടില്ല. എന്നിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആ ഒരു പോർഷൻ കണ്ടില്ലേ, ആ തരിപ്പുള്ളത് അത് കട്ട് ചെയ്ത് കളയാം. കാരണം അത് കട്ട് ചെയ്ത് കളയുവാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ ആ ഒരു കടിക്കില്ലേ, അത് നമുക്ക് കിട്ടില്ല. ഞാനത് കളഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കളഞ്ഞാൽ നല്ലതായിരിക്കും. ഇത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. കണ്ടോ, ഇതുപോലെ ഫൈൻ പേസ്റ്റായിട്ട് അടിക്കുക. ഒരു തുള്ളി വെള്ളം പോലും ചേർക്കരുത്. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു തിക്നെസ് കിട്ടില്ല ജാം ഉണ്ടാക്കി കഴിയുമ്പോൾ. ഇതിപ്പോൾ ഞാൻ ഒരു തുള്ളി പോലും വാട്ടർ ചേർത്തിട്ടുള്ള നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമുക്ക് ഇടുന്നുണ്ട്. ഇതൊരു പാനിലേക്ക് ഈ ഒരു മിക്സ് ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. നമ്മൾ ഇളക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കുക. അതുപോലെ തന്നെ മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് മിക്സ് ആക്കുക. കൈ എടുക്കാതെ ഇളക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അടിയിൽ പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ മാറും. അടിയിൽ പിടിച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടാണ്. അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഷുഗർ ഇട്ട് കൊടുക്കാം. ഷുഗർ ഇടേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്തോരം പൈനാപ്പിളാണ് എടുത്തത് അതിനേക്കാളും കുറച്ചും കൂടെ കൂടുതലായിട്ട്. ഞാനിപ്പോൾ 1 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. മധുരം ഒരു കൂടി നിൽക്കണം, ഒരിത്തിരി ആ ഒരു കണക്കിൽ ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് പഞ്ചസാരയും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ആ മിക്സ് ഉണ്ടല്ലോ ഒന്ന് ലൈറ്റായിട്ട് വരും. നിങ്ങൾക്കത് ഈ വീഡിയോയിൽ കാണാൻ പറ്റും. കണ്ടോ, നമ്മുടെ മിക്സ് ലൈറ്റായിട്ട് വന്നു കണ്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അടി പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട്. കണ്ടോ, ആ മിക്സ് നല്ല രീതിയിൽ ലൈറ്റായിട്ട് വന്നു. ഇപ്പോൾ നമുക്ക് ആ ഒരു ചെറിയ പൊടികൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ സാധനം കട്ട് ചെയ്ത് മാറ്റിയില്ലല്ലോ, അതുകൊണ്ടാണ്. ഇപ്പോൾ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. തിളച്ച് കഴിയുമ്പോൾ നമുക്കൊരു സിനമണിൻ്റെ സ്റ്റിക്ക് ഇട്ട് കൊടുക്കാം. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് നമുക്ക് എല്ലാം നമ്മുടെ പൈനാപ്പിൾ എല്ലാം റെഡി ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ സ്റ്റിക്ക് എടുത്ത് മാറ്റാം. ഇതിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത് കുറച്ച് നേരം ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അത് കഴിയുമ്പോഴത്തേക്കും തിളയ്ക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും പിന്നെ ഒരു ഹാഫ് ലെമൺ സ്ക്യൂസ് ചെയ്ത് ഒഴിക്കുക. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് ആ ഉണ്ടാക്കിയ അതേ കൺസിസ്റ്റൻസി തന്നെ നമുക്കത് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് കുറേ നാൾ നമുക്കത് ഫ്രിഡ്ജിലെടുത്ത് യൂസ് ചെയ്യാം. കണ്ടോ, ഇപ്പോൾ നമ്മുടെ പൈനാപ്പിൾ ഏതാണ്ട് നമ്മൾ റെഡിയായി. ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. കണ്ടോ, നല്ല തിക്നെസ്സൊക്കെ ആയിട്ടുണ്ട്. കണ്ടോ, നല്ല ഭംഗി, നല്ല ടേസ്റ്റാണിത്. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാം. ഇത് നമ്മുടെ പൈനാപ്പിൾ റെഡിയായി. നിങ്ങളെല്ലാം